ദൈവത്തിന് നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ഹിതത്തിന് നമുക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കാം. ഓരോ ദിവസത്തെയും ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും ഉണ്ടായിരിക്കേണ്ട പ്രധാന ആശയം, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? പിതാവിലേക്കാണ് ഈശോ എല്ലാവരെയും നയിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, യേശുവിലൂടെ പിതാവിലേക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പിതാവിലേക്ക് ഉയർത്തുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം, ഈശോ വരുന്നത് വരെ ആരും ഇങ്ങനെ ദൈവം പിതാവാണെന്നുള്ള ഒരു സത്യം ആർക്കും അറിയില്ലായിരുന്നു. വിപ്ലവാത്മകമായ ഒരു പഠനമാണ് ഈശോ നമുക്ക് നൽകിയത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പഴയ നിയമത്തിൽ എങ്ങും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ തന്നെ വലിയ ഒരു വിപ്ലവമായിരുന്നു അത്. അന്നുണ്ടായിരുന്ന സമൂഹം, യഹൂദ സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നുവെങ്കിലും ദൈവം പിതാവാണ് എന്നുള്ള ആ ആശയത്തെ, പിതാവ് എന്ന് പറഞ്ഞാൽ തന്നെ വെറും പിതാവ് എന്നുള്ള ഒരു വാക്കല്ല അവിടെ പ്രധാനം. നമ്മളിപ്പോൾ അപ്പച്ചാ അപ്പച്ചാ അങ്ങനെ ഒരു വാത്സല്യം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരപ്പച്ചനാണ് ദൈവം എന്നുള്ള. അതാണ് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അബാ അബാ എന്നുള്ള ഒരു ആശയമാണ്. അബാ പിതാവേ എന്ന്. അബാ പിതാവേ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പിതാവേ എന്ന് എഴുതി അപ്പനോട് അഭിസംബോധന ചെയ്യാറുണ്ടോ? മറിച്ച് നമ്മളെന്താ പറയുക? നമ്മൾ വേറെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷനാണ്, വേറെ എന്തെങ്കിലും ഒരു ഭാഷയാണ്. അപ്പ, അപ്പച്ച, ഡാഡി, ഇങ്ങനെ. അതുപോലെ ആ വാത്സല്യം നിറഞ്ഞ ഒരു ആശയമാണ് പിതാവ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ആ ആശയത്തെ ഹൃദയത്തിൽ വളരെയധികം അനുഭവമാകുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ശരിക്കുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഒരു വൈദികൻ്റെ പ്രസംഗത്തിൽ കേട്ട ഇതാണ്. ഒരു കൊവേന്തയിലെ പ്രിയോര് ഒരച്ഛനൊരു എന്തോ കുറ്റം ചെയ്തതിനൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. പണിഷ്മെൻറ്റ് കൊടുത്തത്, നീ അവിടെ പോയിരുന്ന് സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വെയിലെത്തിയിരുന്നു, അവിടെ പോയിരുന്നു. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഇയാൾ വൈകുന്നേരമായിട്ടും തിരിച്ചു വന്നില്ല. അപ്പോൾ പ്രിയോര് വിചാരിച്ച് എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. പിറ്റേ ദിവസമായിട്ടും ഇങ്ങനെ കാണാനില്ല. അതിൻ്റെ പിറ്റേ ദിവസമായിട്ടും കാണാനില്ലാണ്ടായപ്പോൾ ഇയാൾ അന്വേഷിക്കാനായിട്ട് അടുത്ത അച്ഛനെ വിട്ടു. അന്വേഷിക്കാൻ എവിടെ പോയി ആൾ? അന്വേഷിക്കാൻ പോയപ്പോൾ ഇയാൾ അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാളിങ്ങനെ സമാധിയിലിരിക്കുന്ന മാതിരിയാണ്. പിടിച്ചു കുലുക്കി, എനിക്കിതേ പ്രിയോരെ അന്വേഷിക്കണം. ഹേയ്, എന്നെന്തിനാ അന്വേഷിക്കണേ? എന്നോടിരുന്ന് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം 2 ദിവസമായി. 2 ദിവസമായോ? ഞാനിപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന് വരെ ആയിട്ടുള്ളൂ. മനസ്സിലായോ? ഭയങ്കര വിസ്മയനീയമാണിത്. സ്വിറ്റ്സർലൻഡിലൊരു പുണ്യവാളനുണ്ട്, ഒരു കുടുംബക്കാരനാണ്. ബ്രദർ ക്ലൗസ് എന്ന് പറയും. നിക്കോളാസ് ഓഫ് ലൂയിലി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 10 മക്കളുണ്ടായിരുന്നു. ഭാര്യയും 10 മക്കളുമുള്ള ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അരുളപ്പാടുണ്ടായിട്ട് ഒരു തപസ്യ ജീവിതം നയിക്കാൻ ഈ 10 മക്കളുടെയും ഭാര്യയുടെയും അനുമതിയോടുകൂടി ഇദ്ദേഹം വീട് വിട്ടിറങ്ങുകയാണ്. 1600 മറ്റോ, 1400 മറ്റോ അദ്ദേഹത്തെ ആത്മാവ് എവിടെയോ എല്ലാം നയിച്ച അവസാനം അദ്ദേഹത്തെ കൊണ്ടുവന്ന് തപസ്യ ജീവിതം നയിക്കാൻ വേണ്ടി അവസാനം കൊണ്ടുവന്നത് ഇയാളുടെ തന്നെ പുരയിടത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു കുടിലുണ്ടാക്കി അവിടെ താമസിക്കാനാണ്.
ഞാൻ അവിടെ പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പുണ്യവാളനാണ് പുള്ളി. തപസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും ദിവ്യകാരുണ്യവും മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം. 20 വർഷം ഒരു ഭക്ഷണവും കഴിക്കാതെ പുള്ളി അവിടെ ജീവിച്ചു. പുള്ളിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല. വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. പലരും രാത്രി വാച്ച്മാനെയും പട്ടാളത്തിനെയൊക്കെ അയച്ചിട്ട് ഭാര്യ എങ്ങാനും ഭക്ഷണം കൊണ്ടു കൊടുക്കണ്ടെന്നൊക്കെ നോക്കാൻ പലരും നോക്കി. എന്താണ് ആ പിതാവും ആയിട്ടുള്ള ഐക്യം, ദൈവ ഐക്യം, ദിവ്യകാരുണ്യത്തിൻ്റെ ആ ശക്തി. ഇദ്ദേഹം വർഷത്തിലൊരിക്കൽ ഈ ഗ്രാമത്തിൽ നിന്ന് മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, പുണ്യസ്ഥലമുണ്ട്, ഒരു 70 കിലോമീറ്റർ ദൂരത്തിൽ. അതിനടുത്ത് ആ സ്ഥലത്തേക്ക് കാൽനടയായിട്ട് ഒരു തീർത്ഥാടനം നടത്തും. കുറേ ആളുകളൊക്കെ ഉണ്ടാവും കൂടെ. ആ സമയത്ത് അങ്ങേര് പ്രാർത്ഥിക്കുന്നത് ഒരു സ്വർഗസ്ഥനായ പിതാവാണ്. ഇത് പുള്ളിയെക്കുറിച്ചുള്ള വലിയൊരു അറിവാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവ് ഇങ്ങനെ ധ്യാനിച്ച് 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 70 കിലോമീറ്റർ ദൂരവും നടക്കുമ്പോൾ അതാ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന 1 മിനിറ്റ് കൊണ്ടും പ്രാർത്ഥിക്കാം, 1 മണിക്കൂർ കൊണ്ടും പ്രാർത്ഥിക്കാം, 10 മണിക്കൂർ കൊണ്ടും പ്രാർത്ഥിക്കാം. സമയമെടുത്ത് ഒറ്റയ്ക്കിരുന്ന് സമയമെടുത്ത് കുറച്ച് സമയം ഇതൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഓക്കെ, ഇനി അപ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഈ സ്നേഹസമ്പന്നനായ വാത്സല്യം നിറഞ്ഞ നമ്മളെ വാരിപ്പുണർന്ന് മാറോട് ചേർക്കുന്ന ഒരു പിതാവാണ് ദൈവം എന്ന ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം അതിൻ്റെ. പിന്നെ ആ പിതാവാണ് ഈ സർവ്വസും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിയിൽ കാണുന്ന മനോഹാരിത ഇത്രയെങ്കിൽ ആ പിതാവ് എത്രത്തോളം മനോഹരനാണ്, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ മനോഹാരിത എത്ര വലുതാണ്. ഈ സൃഷ്ടിജാലങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, നീ ആ ഉറുമ്പിനെ കണ്ട് പഠിക്കുവിൻ എന്ന് പറഞ്ഞു. ഈ സർവ്വജീവജാലങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ ഈ വിസ്മയനീയത കാണാം. കാലത്ത് ഒരു പൂ വിരിഞ്ഞു, ഉച്ചയായപ്പോൾ അതിന് വേറൊരു നിറം, വൈകുന്നേരമായപ്പോൾ വേറൊരു നിറം. എന്തോ ഒരു വലിയ പ്രവൃത്തിയാണിതെല്ലാം. പാവയ്ക്ക പടരുന്നു. ഞാൻ പല പ്രാവശ്യം നോക്കിയിരുന്നിട്ടുണ്ട് അതിൻ്റെ ആ വള്ളി കറങ്ങി പിടിക്കണത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഒന്നും കാണൂല. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ സ്പ്രിങ് മാതിരി അവൻ കറങ്ങി അത് പിടിച്ചിട്ടുണ്ട്. ഒരു വിത്ത് നടാൻ നമ്മളുടെ കലവറയിലിരിക്കണ വിത്ത് എടുത്തു. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു കൃപയാണ്. അത് അവൻ്റെ കൈ കൊണ്ട് അവൻ ആ മണ്ണിൽ ആ വിത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആരുടെ കയ്യിലാണ്? പിന്നെ ആരുടെ കയ്യിലാണ്? അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളൊരു പാർട്ട്ണർഷിപ്പ്. പിന്നെ അവനറിയാം 3-ാം ദിവസം ഈ വിത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതാണ് ഉയർപ്പ്. എങ്ങനെ? ഈ വിത്ത് 3-ാം ദിവസം ഇതാ പൊടിച്ച് വളർന്ന് ഒരു കിളുത്, പിന്നെ ഇതൊരില ഇങ്ങനെ വരണം. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ കുളിർമ ഹൃദയത്തിൽ. പിതാവാണത്, അവിടെ പിതാവാണ്. അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആ അപ്പം എന്താണ്? അപ്പം മനുഷ്യൻ്റെ പരിശ്രമവും ദൈവത്തിൻ്റെ ദാനവും. മനുഷ്യൻ വേലയെടുത്ത് നെറ്റിയിലെ വേർപ്പുകൊണ്ട് വേലയെടുത്തപ്പോൾ വിത്ത് നട്ടപ്പോൾ ഉടനെ ദൈവം അത് മുളപ്പിച്ച് വലുതാക്കി ഫലം തരുന്നു. അതാണ് ഗോതമ്പ് അപ്പം. മനുഷ്യൻ്റെ പ്രവൃത്തിയുടെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെയും കൂട്ടായ്മയാണ് അപ്പം, ധാന്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിതാവിനെ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയണം. ആ പിതാവിൽ നമ്മൾ അറിയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പറയില്ല. പ്രാർത്ഥനയുടെ ഒരു രഹസ്യം ഇതാണ്. നമ്മൾ നമ്മുടെ ഉള്ള പണ്ടപ്പറപ്പുകളൊക്കെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറയും. 1 മണിക്കൂർ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് പറയാണ്, എടാ മോനെ ഇതൊക്കെ എനിക്ക് അറിയായിരുന്നല്ലോ എന്ന്. നിൻ്റെ ഈ പണ്ടപ്പരപ്പുകളൊക്കെ കർത്താവിന് അറിഞ്ഞൂടെ? ഇല്ലേ? അറിയോ ഇല്ലയോ? അപ്പോൾ നമ്മൾ വെറുതെ സമയം പാഴാക്കിയല്ലേ ചെയ്തത്. നമ്മൾ സമയം പാഴാക്കി.
നമ്മൾ ഈ കുറേ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയുകയാണ്, എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ഇതൊക്കെ കർത്താവ് ഇത് കേൾക്കണേ, നീ കേൾക്കണേ. വെറുതെ വിഡിത്തമല്ലേ? കർത്താവ് സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. കർത്താവിന് അറിയാത്തതായി നമ്മുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവേ, എൻ്റെ കാര്യവും എല്ലാം നിനക്കറിയാലോ, നിനക്കറിയാം, എൻ്റെ എല്ലാ കാര്യവും നിനക്കറിയാം, ഞാനതൊന്നും ഇവിടെ എടുത്ത് വിളമ്പാൻ നിശ്ചയിച്ചിട്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞു. ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്നോട് സംസാരിക്കും, ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോയാലാണ് ഈ കാര്യത്തിനൊക്കെ പ്രതിവിധി ഉണ്ടാവുന്നത്. അതെനിക്ക് പറഞ്ഞതാ, അതിനാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. അതെനിക്ക് പറഞ്ഞതാ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എനിക്കെന്താണ് ആവശ്യമെന്ന് നിനക്കറിയാം, അത് നീ എനിക്ക് തായോ. പ്രാർത്ഥന നമ്മളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയം കളയരുത്. അതാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അങ്ങയുടെ രാജ്യം വരണമേ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എല്ലാം അങ്ങയുടെ രാജ്യം വരണമേ. ഒറ്റ വാക്ക്, എന്തോരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം, എൻ്റെ ഹിതമല്ല കർത്താവേ. എൻ്റെ ഹിതം, ഞാൻ വെറും ഒരു പ്രാണിയാണ്. ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഞാൻ, ഈ മണ്ണാങ്കട്ടയായ ഞാൻ, എൻ്റെ ചിന്തയും ഈ പ്രാണിയുടെ ചിന്തയും ഭാവനയും അനുസരിച്ച് ജീവിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത്. സൃഷ്ടാവായ അങ്ങയുടെ ഹിതം, അങ്ങയുടെ പ്ലാൻ എന്നേക്കാൾ എത്ര മനോഹരമാണ്. അതനുസരിച്ച് അതെനിക്ക് വെളിപ്പെടുത്തി തരണേ, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണേ. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക ഒരു 10 ദിവസം. എൻ്റെ പദ്ധതി അല്ല, ഞാൻ വെറും പ്രാണിയാണ്, അങ്ങ് സൃഷ്ടാവാണ്, അങ്ങ് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കണേ. യോന പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ നിനവേക്ക് പോകണം. യോന പറഞ്ഞു, ഞാൻ പോവില്ല. കണ്ടോ, ഈ പ്രവാചകനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവനെക്കുറിച്ച് പദ്ധതി ഇട്ടിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവസാനം ആ സമയമായപ്പോൾ പ്രവാചകൻ പറയണത് എന്താ? ഞാൻ നിനവേക്ക് പോകില്ല, ഞാൻ താർശീഷിലേക്ക് പോകണേ എന്നും പറഞ്ഞ് ഓടി. കണ്ടോ, ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കണം. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അങ്ങ് ചെയ്തു, കരുതിക്കുട്ടി. എന്ത് ചെയ്തു? ഒരു വലിയ കൊടുങ്കാറ്റയക്കുന്നു, കടൽക്ഷോഭമുണ്ടാകുന്നു, കപ്പൽ തകർച്ചയിലേക്ക് വരുന്നു. കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം പ്രശ്നം. അതാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നമായി പോയി. കപ്പലിലുണ്ടായിരുന്ന ചരക്കെല്ലാം വലിച്ചെറിഞ്ഞു. ഇതാണ് പലർക്കും ഉണ്ടാവുന്നത്. ഒരാൾ ഫോറിനിൽ പോയി കാശെല്ലാം ഉണ്ടായിക്കൊണ്ടുവന്നു, ഒരു ബ്ലേഡ് കമ്പനി അങ്ങ് തുടങ്ങി. ആ ബ്ലേഡ് കമ്പനി ഈ കപ്പൽ മാതിരിയാ. കാത്താവ് ഉടനെ ഒരു കൊടുങ്കാറ്റയച്ചു, ബ്ലേഡ് കമ്പനി തകർന്നു, ഉണ്ടായിരുന്ന ചരക്ക് മുഴുവനും പോയി. അവസാനം ഇത്തിരി 10 രൂപ ഉണ്ടായിരുന്നു കൊണ്ട് വിഷം മേടിക്കാൻ നടക്കുക ആൾ. അവിടെയും ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ടോ? ആ വിഷം മേടിക്കാനായിട്ട് ആ കടയിൽ വന്നപ്പോഴേ അവിടെ ഒരു നോട്ടീസ് കിടക്കണം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും. ബ്രദർ തോമസ് പോൾ നയിക്കുന്ന ധ്യാനം നാളെ മുതൽ ആരംഭിക്കുന്നു. കർത്താവേ, ഈ നോട്ടീസ് കണ്ടപ്പോൾ ശരി, ഈ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഒരു ദിവസമല്ലേ, നാളെ അത്ഭുതം നടത്തുന്നല്ലേ പറഞ്ഞേക്കണത്. ഒരു ദിവസത്തേക്ക് ഈ ആത്മഹത്യ ചെയ്യണത് ഇയാൾ പോസ്റ്റ് പോൺ ചെയ്തു. ഒരു ദിവസത്തേക്ക്. രാവിലെ വന്നിട്ട് പറയാണ്, സാറേ ഇന്നലെ രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്. വിഷം മേടിക്കാൻ ചെന്നപ്പോൾ സാറിൻ്റെ ധ്യാനത്തിൻ്റെ നോട്ടീസ് കിടക്കണ കണ്ട് നാളെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വന്നേക്കണതാണ്. ഒരു ദിവസം എനിക്ക് സമയമുള്ളൂ.
ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ഇത് മതി, ഈ ഒരു ദിവസം മതി നിന്നെ രക്ഷിക്കാൻ. ഓ, എനിക്കുണ്ടായ സന്തോഷം, ആനന്ദം, എന്തോ ഒരു സ്വർഗീയ അനുഭവം. ഞാൻ ഉടനെ തന്നെ അയാൾക്ക് സമയം കൊടുത്തു. അപ്പോഴേ ഇപ്പം നേഴ്സുമാരൊന്ന് പോക്കെ എടുക്കുമ്പോൾ കർത്താവ് എന്നോട് പറയാണ്, ഇയാളുടെ അടുത്ത് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയാണ്, ഇവനോട് പറയുക, ഇവൻ്റെ ജീവിതത്തെ ഞാനിപ്പോൾ രക്ഷിച്ചിരിക്കുന്നു. കാരണം ഇവൻ്റെ ഭാര്യ ഒരു നേഴ്സായി അനേകരെ രക്ഷിച്ചതുകൊണ്ടാണ്. കണ്ടോ കർത്താവിൻ്റെ കണക്ക്. ഇവൻ്റെ ഭാര്യ ഒരു നേഴ്സായി ജോലി ചെയ്തിരുന്നപ്പോൾ അനേകരെ രക്ഷിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ആളടുത്ത് നിൽക്കേണ്ടത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ നേഴ്സാണോ? ആ, നേഴ്സാ. അന്ന് നേഴ്സിംഗ് ജോലി ചെയ്തപ്പോൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത്, കാശ് മേടിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ കർത്താവിൻ്റെ കണക്കിലൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആ ധ്യാനം കൂടി ഇപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷകരമായി ജീവിക്കുന്നു, കർത്താവിൽ ആനന്ദിച്ച് ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹിതമനുസരിച്ച് നമ്മൾ എന്തോ എല്ലാം പ്രവർത്തിച്ചാലും കർത്താവ് പല കൊടുങ്കാറ്റുകളും അയക്കുന്നത് എന്തിനാണ്? ഈ യോനായെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുകച്ച് ചാടിക്കാൻ വേണ്ടിയാ. യോനായെ അവിടെ നിന്ന് ചാടിച്ചു. യോന അവസാനം പറഞ്ഞു, എന്നെ കടലിലേക്ക് വലിച്ചെറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. യോനാക്കറിയാം ദൈവഹിതത്തിനെതിരായി പോയിട്ടൊരു പ്രയോജനവുമില്ല എന്നിപ്പോൾ മനസ്സിലായി. ശരിക്കും സത്യം ഇതാണ്, നമ്മുടെ പല പ്രശ്നങ്ങളുടെയും കാരണം ഇതുപോലെയുള്ള കൊടുങ്കാറ്റാണ്. നമ്മൾ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് മല്ലടിക്കുകയാണ്, വിജയിക്കില്ല. നമ്മൾ പറയണം, കർത്താവേ ഇതാ ഞാൻ കൈപൊക്കിയിരിക്കുന്നു, ഐ സറണ്ടർ, ഇനി നീ ഒന്ന് ഏറ്റെടുക്ക്, ഇതാ എന്നെ കടലിലേക്ക് ഞാൻ വലിച്ചെറിയുന്നു. അവിടെ തിമിംഗലം നോക്കി നിൽക്കുക, പിടിച്ചു കൊടുത്തു. കണ്ടോ, നിലം തൊടാൻ, വെള്ളത്തിൽ തൊടാൻ സമ്മതിച്ചില്ല. കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മൾ ചെന്ന് വീഴുന്നത്. പിന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ്. കണ്ടോ, ഇയാൾ വിഷം മേടിക്കാൻ പോയ ആൾ എവിടെ ചെന്ന് വീണത്? കർത്താവിൻ്റെ കരങ്ങളിലാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥന ഇതാണ്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്, എൻ്റെ ഹിതമല്ല. പിന്നെ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേ. എന്താഹാരത്തിനെ കുറിച്ചാണ് ഈ പ്രാർത്ഥിക്കേണ്ടത്? ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്നോ എന്ത് കുടിക്കണമെന്നോ ഓർത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ദരിദ്രരോട് കരുണ കാണിക്കണം. ദരിദ്രരോടു ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. 42 46 41 സോറി. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും, കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. വാഗ്ദാനമാണ്. അപ്പോൾ നമ്മൾ ദരിദ്രരോട് ദയ കാണിക്കണം. ലാസറും ധനവാന്റെ ഉപമ നമുക്കറിയാം. നമ്മളെപ്പോഴും നമ്മുടെ ഭവനം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ ഭക്ഷണം എന്നുള്ള വിചാരമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ഉള്ളതുപോലെ മറ്റുള്ളവരുമായിട്ട് പങ്കിടാനായിട്ടുള്ള ഒരു സന്മനസ്സുണ്ടാകണം. നമുക്ക് കുറച്ചേ ഉള്ളൂ, ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തവനുമായിട്ട് പങ്കിടണം നമ്മൾ. ഇത് ക്രിസ്തീയ ആധ്യാത്മികതയുടെ വലിയൊരു രഹസ്യമാണ്. നമ്മുടെ ഉള്ളതിൽ നിന്നും ഇല്ലാത്തവന് കൊടുക്കണം, ഇല്ലാത്തവനെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കാഞ്ഞതിൻ്റെ കാരണം അവൻ ഒരു പാപം ചെയ്തതായിട്ട് അതിൽ പറയുന്നില്ല. പക്ഷെ അവൻ ചെയ്തത് എന്താ? അവൻ്റെ വാതിക്കൽ കിടന്ന ലാസറിനെ അവൻ കണ്ടില്ല, അവനോട് കരുണ കാണിച്ചില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടുംപുറത്തും നമ്മുടെ ചുറ്റുപാടുമെല്ലാം
എന്തോരം ദരിദ്രരാണ് ഇന്നും ഉള്ളത്. ഓക്കെ, അപ്പോൾ പല രാജ്യങ്ങളും ഇന്നത്തെ സാമൂഹികമായിട്ട് അവസ്ഥ നോക്കി പല രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളിൽ ടണ്ണ് കണക്കിന് ഭക്ഷണം, ട്രക്ക് കണക്കിന് ഭക്ഷണം കഴിച്ച് ബാക്കി വന്നത് അവർക്ക് കളയാൻ സ്ഥലമില്ലാണ്ട് വലിയ മെഷീൻ വെച്ചുകൊണ്ട് കടലിൽ കൊണ്ട് അടിക്കണു. എന്നാൽ ഇവിടെയോ മറ്റ് രാജ്യങ്ങളിൽ ജനം ഭക്ഷണമില്ലാണ്ട് വിശന്ന് മരിക്കുന്നു. ഇതാണ് ലോകത്തിൻ്റെ ഒരു കിടപ്പ്. ദൈവം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം എല്ലാവർക്കും വേണ്ടി ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറേ പേര് മാത്രം അതിങ്ങനെ കൂട്ടിവച്ചിരിക്കുന്നത് കൊണ്ട് മറ്റു കുറേ പേര് ദരിദ്രരായിട്ട് ജീവിക്കുന്നു. ഇതാണ് സഭയുടെ പ്രബോധനം. 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ചാക്രിക ലേഖനമാണിത്. അപ്പോൾ ഈ നിലവിലുള്ള ക്രിസ്ത്യാനികൾ അവരുടെ മറ്റൊരു ദൗത്യം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾക്കറിയാം, 2-ാം അധ്യായത്തിൽ പന്തക്കുസ്ത നടന്നു, 3-ാം അധ്യായത്തിൽ അത്ഭുത രോഗശാന്തികൾ നടന്നു, 4-ാം അധ്യായത്തിൽ എന്ത് നടന്നു? അവരെല്ലാവരും ഒരു സമൂഹമായി. 4-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവരുടെ ഇടയിൽ ദരിദ്രരായി ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ആദ്യത്തെ ക്രിസ്തീയ സമൂഹം. 4-ാം അധ്യായം അല്ലേ, 4:34. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഈ ആശയം നമ്മുടെ ഓരോ ഇടവകളിലും നമ്മൾ എടുക്കുന്നില്ല? നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും നമ്മുടെ കുടുംബയോഗങ്ങളിലും എല്ലാം എടുത്തുകൊണ്ട് നമ്മളാലാവുന്നത് നമ്മുടെ ആ ഇടവകയിൽ ദരിദ്രരായിട്ട് ആരും ഉണ്ടാകരുത്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടി ഇത് വലിയൊരു ആശയമാണ്. യഥാർത്ഥമായ ക്രിസ്തീയ അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം പ്രസംഗിച്ചാലും എന്തെല്ലാം പ്രാർത്ഥിച്ചാലും ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. രോഗശയ്യയിൽ കാക്കുന്നും കൂടിയില്ലേ? ആ വചനം കൂടി എടുത്തേ. അവന് രോഗം വന്നാൽ സൗഖ്യപ്പെടുത്തും. എന്തുകൊണ്ട്? അവൻ ദരിദ്രരോട് ദയ കാണിച്ചത് കൊണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേന്നാ പറയണം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് തരണം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര നാളത്തേക്കുള്ള ആഹാരം വേണം ഇന്ന്? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് തരണേന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര നാളത്തേക്ക് വേണം ആഹാരം? പറയ്. എന്ന് പറഞ്ഞാൽ എത്ര നാള്? ജീവിതകാലം വരെ. ജീവിതകാലം വരെ മാത്രം മതിയോ? പോരാ. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിന് മേലുള്ള ജീവിതത്തിന് വേണ്ട ആഹാരം ഇന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇല്ലേ? അതല്ലേ നമ്മൾ ഇന്ന് രാവിലെ സ്വീകരിച്ചത്. നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന ഈ സ്വർഗീയ ഭോജനം നമ്മളെ, കർത്താവേ നാളെ ഒരു ബലിയർപ്പിക്കാൻ വരുമോ എന്ന് എനിക്ക് അറിയില്ല. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഇന്ന് ഭക്ഷിച്ച ആഹാരം നമ്മളെ എവിടെ കൊണ്ടുചെല്ലും? നിത്യജീവനിലേക്ക്. നമ്മുടെ യാത്രാഭക്ഷണമാണത്. നമ്മുടെ നിത്യജീവനിലേക്കുള്ള ആഹാരമായിട്ട് ആണത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ അത് യേശുവിൻ്റെ തിരുശരീരം മാത്രമല്ല, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നൊഴുകുന്ന വചനം. അപ്പോൾ ദൈവവചനം, കൗദാശിക ജീവിതം,
ദൈവത്തിൻ്റെ കൃപ, കരുണ ഇതെല്ലാം നമ്മുടെ ഭക്ഷണമാണ്. ഇനി അടുത്തത് ക്ഷമ. മറ്റുള്ളവരോട് ഈ ഭക്ഷണം നമ്മൾക്ക് ആത്മാവിൽ ശരിക്ക് പിടിക്കണമെങ്കിൽ, ഇത് ദഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അപ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കും. അപ്പോൾ അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മറ്റൊരു ഘടന പ്രാർത്ഥന. പിന്നെ 6ാമത്തെ പോയിന്റ് എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവ് ആരെയും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല. പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മാനുഷികമായി പ്രലോഭനങ്ങളുള്ളവരാണ്. അങ്ങനെ പ്രലോഭനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ ജീവിതം. ഇപ്പോൾ ഈ ഗേറ്റ് അങ്ങ് കടക്കാൻ കാത്തിരിക്കുകയാണ്, അവിടെ നിൽക്കുന്നുണ്ട് പ്രലോഭനം, ഇല്ലേ? ഗേറ്റ് അങ്ങ് കടന്നാൽ മതി, അവിടെ പ്രലോഭനമുണ്ട് അവിടെ. അങ്ങനെ ഈ പ്രലോഭനം നിറഞ്ഞ ജനങ്ങളും അതിൻ്റെ മധ്യത്തിലുമാണ് നമ്മുടെ ജീവിതം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ധ്യാനമൊക്കെ കൂടി ആയിട്ട് വന്നിരിക്കാൻ, ഞാൻ ഫോറിനിൽ നിന്ന് വന്നപ്പോൾ തനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ബാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ ഇനിമേലിൽ കുടിക്കില്ല, ഞാനിപ്പോൾ ധ്യാനമൊക്കെ കൂടി സന്തോഷകരമായി. എടോ, എന്ത് ധ്യാനം കൂടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഒരു ഇത്തിരി വാട്ടീസ് അടിച്ചില്ലെങ്കിൽ താൻ ഈ മീശം വെച്ച് നടക്കണതിൽ എന്താ അർത്ഥമുള്ളത്? താനൊരാണാണ്. അല്പം അല്ല, ഏതായാലും പണ്ട് നമ്മൾ എന്തോരം കുടിച്ചേക്കണതാണ്. ഇത് ഒരു പ്രാവശ്യവും കൂടി ഒന്ന് കഴിച്ചെന്ന് അയച്ചാൽ എന്താ ദൂഷ്യം വരാൻ പോണേ? ഒരു സോഷ്യൽ, നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ, കർത്താവ് പറഞ്ഞിട്ടില്ലേ ദൈവം സ്നേഹമാണെന്ന്. വാടോ, കമ്പനി സേക്ക്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ അവനെ അങ്ങ് പിടിക്കും. എന്നിട്ട് കുടി കഴിഞ്ഞ് അടിയായി, അവിടെ ബഹളമായി. പിറ്റേ ദിവസം 2 പേരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു. ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ കർത്താവിൻ്റെ ശക്തി വലയം കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നതാണ് എൻ്റെ പ്രത്യേക പ്രലോഭനം. ഓരോരുത്തർക്കും ഒരു പ്രത്യേക വീക്ക് പോയിൻ്റ് ഉണ്ടാകാം. ചിലർക്ക് മദ്യപാനമാകാം, ചിലർക്ക് വേറെ എന്തെങ്കിലും ആകാം. എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാകും. ഈ മദ്യപാനം പകവലിയൊക്കെ പുറത്ത് കാണും. പക്ഷേ ചിലവർക്ക് ഇതൊന്നും പുറത്ത് കാണാത്ത അകത്തുള്ള പ്രലോഭനങ്ങളായിരിക്കും, രഹസ്യഭാവങ്ങളായിരിക്കും. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ഭൂമിയിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ വചനം ഒന്ന് വായിച്ച്, എവിടെയത്? ലൂക്ക 21:34 നോക്കി. അതെ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലും അത് നിപതിക്കും. അതുകൊണ്ട് കണ്ടിന്യൂ. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതിൽ വീഴാതിരിക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവേ, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ എന്നെ അങ്ങ് പിടിച്ചു നിർത്തണേ. അപ്പോൾ മുൻകൂർ നമ്മൾ ജാമ്യം എടുക്കുകയാണ്. പിതാവേ, ഞാൻ എൻ്റെ ഈ പ്രലോഭനം അറിയാമല്ലോ, ഞാൻ ആ വഴിക്ക് പോവുകയാണേ, എന്നെ അതിനകത്ത് വീഴാണ്ട് എന്നെ അങ്ങ് പിടിച്ചു നിർത്തിയേക്കണേ. ഇന്ന് ഇപ്പം ചിലർ പറയുന്നേ, ഞാൻ നാളെ മുതൽ കുടിക്കില്ല, അതുകൊണ്ട് ഇന്ന് അങ്ങ് മുഴുവൻ കുടിക്കാൻ പോവാം, നാളെ മുതൽ കുടിക്കില്ല. അങ്ങനെ ഒരിക്കലും മാറില്ല പ്രലോഭനം. മറിച്ച് വേറൊരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവേ, നാളെ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇന്നൊരു ദിവസം കുടിക്കാതിരിക്കാൻ, ഇന്നൊരു ദിവസം വലിക്കാതിരിക്കാൻ, ഇന്നൊരു ദിവസം ഈ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നീ എന്നെ സഹായിക്കണേ. ഒരു ദിവസം ഇത് നടക്കും. എന്ത് പറഞ്ഞു? നടക്കുമോ? ഇത് നടക്കണ കാര്യമാണ്. ഇന്നൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നൊരു ദിവസം പ്രലോഭനത്തിൽ വീഴാതെ എന്നെ കാത്തു സൂക്ഷിക്കണേ. അപ്പോൾ നാളെ എന്ത് ചെയ്യണം? നാളെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോണ്ടല്ലോ നമ്മളിൽ കരുത്തായി,
നമ്മൾ കൃപയായി, പിന്നെ നമുക്ക് ഈ പ്രലോഭനം ഒരു പ്രശ്നമില്ലാണ്ടായി. നമ്മളതിൽ വീഴില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലുമില്ല. നമുക്കൊന്നും അത് ഒരു കുഴപ്പം ചെയ്യില്ല. അതാണ് ആ കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഈ പ്രലോഭനം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ജ്ഞാനവും ബുദ്ധിയും ഇതാണ്. ഈ പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടുക സാധ്യമല്ല. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ കൃപ എനിക്ക് തരണേ, ഞാൻ ഇന്നൊരു ദിവസം ഇതിൽ വീഴാണ്ട് നോക്കണം. ഞാൻ 3 പാക്കറ്റ് സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ്. 3 പാക്കറ്റ്. അന്ന് വല്ലപ്പോഴൊക്കെ ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ദൈവരാജ്യം എന്നിൽ തന്നെ ഉണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന ബോധ്യമുണ്ടായപ്പോണ്ടല്ലോ, പിന്നെ എനിക്ക് കുടിക്കാനും പറ്റുന്നില്ല, വലിക്കാനും പറ്റുന്നില്ല. 3 പാക്കറ്റ് സിഗരറ്റും വലിച്ചെറിഞ്ഞ് കളഞ്ഞു. പിന്നെ മദ്യം തൊട്ടിട്ടില്ല, വിസ്കി തൊട്ടിട്ടില്ല, തൊടാൻ പറ്റുന്നില്ല. കാരണം ദൈവിക ശക്തി നമ്മളെ വലയം ചെയ്യുകയാണ്. ദൈവിക ശക്തി നമ്മളെ സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷിക്കുന്ന ശക്തിയിൽ വിശ്വസിക്കണം. പാപം മാത്രം മോചിക്കുന്ന ഒരു ശക്തിയാണ് ദൈവിക ശക്തി എന്നല്ല. പാപമോചനം മാത്രമല്ല ദൈവിക ശക്തി നമുക്ക് തരുന്നത്. പ്രലോഭനത്തിൽ വീഴാതെ കാത്തുരക്ഷിക്കുന്ന ശക്തിയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശക്തി. നമ്മൾ നമ്മുടെ മക്കളെ കൈപിടിച്ച് നടത്തൂലേ? എന്താ നീ അങ്ങോട്ട് എൻ്റെ കൈപിടിച്ച് നടത്തും, അല്ലെങ്കിൽ വല്ല വഴിയിൽ വീഴും, നീ വീഴരുത്, കൈപിടിച്ച് നമ്മൾ എന്ന പോലെയാണ് പിതാവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. പിന്നെ അവസാനം അപ്പോൾ ഈ പ്രാർത്ഥന, ഈ 6ാമത്തെ പ്രാർത്ഥന, ഈ 5ാമത്തെ നമ്മുടെ പാപത്തിന് ക്ഷമ തരുന്നതിൻ്റെ പ്രാർത്ഥനയുടെ താഴ്വേരിൽ ചെന്ന് കത്തിവെക്കുകയാണ്. പാപം ക്ഷമിക്കുക മാത്രമല്ല, ആ പാപത്തെ മൂലമുണ്ടാകുന്ന പ്രലോഭനത്തെ വീഴാതെയും കൂടി നമ്മളെ കാത്തുരക്ഷിച്ചു. അങ്ങനെ അവസാനത്തെ പ്രാർത്ഥന, സകല തിന്മകളിൽ നിന്നും നമ്മളെ രക്ഷിക്കണം. ഇത് ശരിക്ക് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന മനസ്സിരുത്തി 1 മണിക്കൂർ ഒരു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, വലിയ അനുഭവമായിരിക്കും.